നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു നല്ല വ്യക്തിത്വം വികസിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കാം. നല്ല വ്യക്തിയായി മാറുന്നത് എങ്ങനെ? നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാകുന്നത് എങ്ങനെയാണ്? അത് തനിയെ ഒരാൾക്ക് ലഭിക്കുന്നതാണോ? അതോ നാം അതിനുവേണ്ടി പരിശ്രമിക്കണമോ? ഉത്തരം വളരെ വ്യക്തമാണ്. തീർച്ചയായും നമ്മളാകാൻ ശ്രമിക്കണം. അതിനുവേണ്ടി പരിശ്രമം വേണം. നല്ലത് കാണണം, കേൾക്കണം, അനുകരിക്കണം, അത് പരിശ്രമിച്ച് നേടണം. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ നാം പരിശോധിക്കണം. അതിന് കടിഞ്ഞാണിടണം. നല്ല ചിന്തകൾ മാത്രം കൊണ്ട് മനസ്സ് നിറയ്ക്കണം. ഒരു കണ്ണാടിക്ക് മുന്നിൽ ഇരുന്ന് നമ്മളെ തന്നെ കാണുന്നത് പോലെ നമ്മുടെ മനസ്സിനെയും കാണാനായി നമ്മൾ ശ്രമിക്കണം. നല്ല ചിന്തകൾ മാത്രമുള്ള മനസ്സിൻ്റെ ഉടമയാണെന്ന് നാം ഓരോരുത്തരും ഉറപ്പുവരുത്തണം. ഇനി നമ്മളൊരു കൂട്ടത്തിൽ കൂടെയാകുമ്പോൾ കൂട്ടത്തിലുള്ളവരുടെ നാനാവിധത്തിലുള്ള സ്വാധീനം കൊണ്ട് നാമും നമ്മുടെ നിയന്ത്രണം വിട്ട് കൂട്ടത്തിൽ കൂടി ഏത് നിലവാരം കുറഞ്ഞ രീതിയിലും പെരുമാറിപ്പോകുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ചില കള്ളുകൂടി ആഘോഷത്തിൽ പങ്കെടുക്കുന്ന മാന്യന്മാർ പോലും നിയന്ത്രണം വിട്ട് കോമാളികളായി പോകുന്നത് നാം കണ്ടിട്ടുണ്ട്. തലയിൽ നിന്ന് കെട്ടിറങ്ങിക്കഴിയുമ്പോഴാണ് സ്വയം കുറ്റബോധം തോന്നുന്നത്. അങ്ങനെ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് സ്വയം തോന്നിപ്പോകുന്നു. പക്ഷേ എന്തു ചെയ്യും? എല്ലാവർക്കും മുമ്പിൽ നിലവാരം കുറഞ്ഞ രീതിയിൽ പെരുമാറിപ്പോയില്ലേ? അതുകൊണ്ട് ഒരു കൂട്ടത്തിൽ കൂടെ ആകുമ്പോൾ നാം നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കണം. എപ്പോഴെങ്കിലും നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പ്രകോപിപ്പിച്ചാൽ നമുക്ക് സ്വാഭാവികമായും ദേഷ്യം വരും. ആ സമയം വായിൽ തോന്നുന്നതും മനസ്സിൽ തോന്നുന്നതും എടുത്തു ചാടി പറയാനും പ്രവർത്തിക്കാനും തോന്നും. എന്നാൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെയുള്ള സന്ദർഭം വന്നാൽ നാം നമ്മുടെ മനസാന്നിധ്യം കൈവിടരുത്. ഒരു നിമിഷം നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുക. മനസ്സ് ശാന്തമാക്കി വെക്കുക. നാമും അവരെ പോലെ ആയാൽ പിന്നെ നാമും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണെന്ന് ചിന്തിക്കുക. അതിനുശേഷം സാവധാനം മറുപടി പറയുകയോ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുക. അതുപോലെ നാം ഒരു ബുദ്ധിമുട്ടിൽ അകപ്പെട്ടു പോയാൽ നമ്മുടെ വികാരം നിയന്ത്രിക്കുക. അതിനുശേഷം മനസ്സ് ശാന്തമാക്കി പ്രതിവിധി ആലോചിച്ച് ചെയ്യാൻ ശ്രമിക്കുക. എടുത്തു ചാടി വികാരം നമ്മുടെ വിചാരത്തെയും പ്രവൃത്തിയെയും നിയന്ത്രിക്കാതിരിക്കുവാൻ പരിശ്രമിക്കുക. പ്രധാനമായും ഈ ഘട്ടത്തിൽ സംയമനം പാലിക്കാൻ നാം ശീലിച്ചാൽ നമുക്കൊരു നല്ല വ്യക്തിയാകാനും നല്ല വ്യക്തിത്വത്തിന് ഉടമയാകാനും സാധിക്കും. അതുകൊണ്ട് പരിശ്രമം കൊണ്ട് മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപ്രഭാവം സിദ്ധിക്കുകയുള്ളൂ. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ല സ്വഭാവത്തിൻ്റെ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കൂ. എന്നാൽ പൂർണ്ണത കൈവരിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല എന്നും നമ്മൾ അറിയണം. അതുകൊണ്ട് നല്ല വ്യക്തികളാകാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് ജീവിതത്തിൽ ഉടനീളം ഇതുപോലെ പല സന്ദർഭങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.